കൃപാസനത്തിൽ ഞാൻ വന്നത് സാക്ഷി പറയാനാണ്. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ദൈവ പിതാവിനും നന്ദി പറയുകയാണ്. ഞാൻ 2020 എൻ്റെ പേര് മോഹനാണ്. ഞാൻ എൻ്റെ ഭാര്യ ഷീജയാണ്. കുണ്ട്രയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ 2025 11-ാം മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കാരണം എൻ്റെ കുടുംബത്തിൽ ഭയങ്കര കഷ്ടതകളും പ്രയാസങ്ങളും വന്ന് ജീവിതം വഴിമുട്ടിയ സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത ആ ആദ്യ കാലങ്ങളിൽ 2 മാസം നമുക്ക് വളരെ പ്രയാസമായിരുന്നു. ഞങ്ങൾ വല്ലാതെ വിഷമിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ 24 മണിക്കൂറും രാത്രിയും പകലും മാതാവിനോട് പ്രാർത്ഥിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് കരഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ മാതാവ് ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസമായിരുന്നു. വളരെ വിഷമത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഭാര്യയ്ക്ക് എനിക്ക് എൻ്റെ വയറുവേദനയും നെഞ്ച് വേദനയും കൊണ്ട് 10 വർഷം കൊണ്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വല്ലാതെ ഞാൻ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ കഴിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ നെഞ്ച് വേദനയും വയറുവേദനയും ഇപ്പോൾ പൂർണ്ണമായി അത് മാറിക്കിട്ടി. മാതാവും പരിശുദ്ധ പിതാവും എന്നെ എൻ്റെ കുടുംബത്തെ അത്ഭുതമായി അവിടെ നിന്ന് വഴി നടത്തിയതാണ്. ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അനേകായിരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ദൈവം തരുന്നുണ്ട്. ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രാത്രിയും പകലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ മാതാവിനോടും പരിശുദ്ധ പിതാവിനോടും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ സാക്ഷി പറയും. ഇനിയും ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ദൈവം എല്ലാം തന്ന് ഞങ്ങൾ സന്തോഷമായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ മരണം വരെയും മാതാവിനോടും പരിശുദ്ധ പിതാവിനോടും 24 മണിക്കൂറും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോകും. ഒരു നേരം ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തിപ്പം 6 മാസം ആയതേ ഉള്ളൂ. എനിക്കിപ്പോൾ 60 വയസ്സ് പ്രായമുണ്ട്. ഈ 6 മാസം കൊണ്ട് 60 വയസ്സിൻ്റെ അത്രയും എനിക്ക് കഷ്ടത മാറിക്കിട്ടി എന്ന് ഞാൻ ദൈവത്തോട് സന്തോഷമായി വളരെ കാര്യമായി ഞാൻ പറയുക. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അനുഭവമുണ്ട് പറയും. 2025 ജൂലൈ 14-ാം തീയതി എനിക്ക് സ്കൂളിലാണ് ജോലിയായിരുന്നത്. ഡെഫ് സ്കൂളിലാണ്. അങ്ങനെ അവിടെ കുട്ടികൾ കുറയുമ്പോൾ അവിടെ പോസ്റ്റ് നഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ കുട്ടികൾ കുറവുണ്ടായിരുന്നു. ജൂലൈ 14-ാം തീയതി എൻ്റെ പോസ്റ്റ് നഷ്ടപ്പെട്ട് 16 വർഷം ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ആ കുട്ടികൾ കുറവായത് കാരണം എനിക്ക് പോസ്റ്റ് നഷ്ടപ്പെട്ടു. ഞാനങ്ങനെ വിഷമിച്ച് അവിടെ നിന്ന് സ്കൂളിലെ ഓഫീസിലും ടീച്ചറും പറഞ്ഞു, ഷീജ കുറച്ച് നാൾ പുറത്ത് നിൽക്കണം, പുറത്ത് നിന്നതിന് ശേഷമേ അടുത്തിനി കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് ഞങ്ങൾ 5 പേര് കഴിഞ്ഞു പോണത്. ഭർത്താവിന് വയറുവേദന ആയതുകൊണ്ട് ജോലിക്കൊന്നും പോവാറില്ല. ഞങ്ങൾ അധികമായി കഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. അങ്ങനെ ടീച്ചർ പിറ്റേന്ന് പറഞ്ഞ്, ഷീജ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്ക്, വേറെ സ്കൂളിലോട്ട് മാറ്റി കിട്ടാൻ, സീനിയറല്ലേ അത് കിട്ടും എന്ന് ടീച്ചർ പറഞ്ഞു, എച്ച്.എം പറഞ്ഞു. ഞാനത് അനുസരിച്ച് DPLും DDLും ഒക്കെ അപേക്ഷ കൊടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ആ പത്രം വായിച്ച് കുറേ നേരം വായിച്ചു. ഒരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം ആ പത്രം വായിച്ചത് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ പറഞ്ഞ്, നമ്മൾ കൃപാസനത്തിൽ പോവാം, നമ്മളെ ഈ അപേക്ഷ വെച്ച് അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ പത്രത്തിൽ കാണുന്ന പോലെ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞ് എൻ്റെ മോനും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വന്ന് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ എൻ്റെ കാര്യം എൻ്റെ ഭർത്താവാണ് ഉടമ്പടിയിൽ എഴുതിയത്, ഞാൻ എഴുതിയില്ല. ഞാൻ പ്രാർത്ഥിച്ച് മോൻ്റെ ആവശ്യങ്ങൾ എഴുതി. ഞാൻ എൻ്റെ കാര്യം ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല മാതാവിൻ്റെ കൂടി. പക്ഷേ എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചങ്ങ് ഉടമ്പടി നമ്മൾ ഇരിക്കുന്നെങ്കിലും ഞങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴുന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഉടമ്പടിയെ കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് വീട്ടിൽ പോയി. കുറേ നേരം വീണ്ടും നമ്മൾ ചെന്ന് ഒരു മാതാവിൻ്റെ ഒരു ഫോട്ടോയൊക്കെ മേടിച്ചാണ് പോയത്. അവിടെ ചെന്ന് ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാവിൻ്റെ മുമ്പേ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കൊരു പേപ്പർ മാതാവ് തരും പോലെ കണ്ട്. അത് പച്ച മഷി അടിച്ച് ഓർഡർ എന്ന് പറഞ്ഞാണ് എനിക്ക് ആ പേപ്പർ തന്നത്.
എന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് പേപ്പർ തന്നു, ഇനി ഞാൻ എവിടെ ഇത് കൊടുക്കണം, എവിടെ നിന്നാണ് എനിക്ക് കിട്ടണത് എന്നൊക്കെ എനിക്കൊന്നും അറിയത്തില്ല. ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഈ ഉടമ്പടി എടുത്തൊരു 90 ദിവസം കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്കൊന്നും ഈ പേപ്പറിൻ്റെ മടിയൊരു വന്നില്ല. ഞങ്ങൾ രണ്ടാമത് പുതുക്കാൻ വന്നു. പുതുക്കി 5 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ DPL നിന്ന് വിളിക്കുകയാണ്, നിങ്ങൾക്ക് വേറൊരു സ്കൂളിലോട്ട് ഓർഡർ ഞങ്ങൾ തരും, നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. അത് എറണാകുളം ജില്ലയിലാണ്. ഞാൻ കൊട്ടാരക്കരയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ എനിക്ക് എറണാകുളം ജില്ലയിലാണ് അവരടിച്ചത്. അത് എനിക്ക് കുഴപ്പമില്ല സാറേ, ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഓർഡർ വാങ്ങി ഇവിടെ DDയിൽ കൊണ്ടു കൊടുത്തു. എറണാകുളം DD കൊടുത്തു. എറണാകുളം DD പറഞ്ഞ് ഇനി ഏത് സ്കൂളെന്ന് കണ്ടുപിടിക്കണം, നിങ്ങൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഇത് പോണ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ അമ്മേരെ നേർച്ച വസ്തുവായിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഞങ്ങൾ ഇവിടെ നിന്ന് പത്രം കൂടുതൽ വാങ്ങിക്കും. ഈ പോണ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ കാണുന്നവർക്ക് പത്രം കൊടുത്ത് അമ്മേരെ കാര്യം, ഞങ്ങളെ അനുഭവങ്ങൾ, ഞങ്ങൾ പോയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പോവുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ DD പോയി 10 ദിവസം കഴിഞ്ഞ് എനിക്ക് ഓർഡർ വന്നു. പക്ഷേ ഒരിക്കലും ഈ ഓർഡർ, വെക്കേഷൻ സ്റ്റാഫാണ് ഞാൻ, വെക്കേഷനിൽ എനിക്ക് ഒരിക്കലും ഇന്ന് വരെയായിട്ടും ആർക്കും ഓർഡർ കൊടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഓർഡർ തന്നു. തന്ന ഓർഡർ 10 മാസം ഞാൻ പുറത്ത് നിന്ന്, ആ 10 മാസവും ശമ്പളം എഴുതാനുള്ള ഓർഡറാണ് എൻ്റെ മാതാവ് എനിക്ക് തന്നത്. ആ മാതാവ് എനിക്ക് തന്ന ഓർഡർ ഞാൻ വാങ്ങി വെച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഇത്രയും കരുതി എൻ്റെ മാതാവ് എൻ്റെ ജീവിതകാലം മൊത്തം ഈ സാക്ഷിയായി ഞാൻ നിൽക്കുവാനും എനിക്കിവിടെ വന്ന് സാക്ഷി പറയാൻ ഞാൻ ഈ പേപ്പർ വായിച്ച് ആദ്യം വന്ന മാതാവിൻ്റെ അടുത്ത മാതാവിൻ്റെ ആ ഫോട്ടോയിൽ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ സ്കൂളിൽ പോയി ജോയിൻ ചെയ്തത്. ഇത് ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിന് ഓരോ 1000 നന്ദി. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് ഇവിടെ വന്ന് കൂടുതലും പത്രം വാങ്ങിക്കൊണ്ടാണ് പോകണം. പത്രം വാങ്ങിക്കൊണ്ട് പോയി ഞങ്ങൾ 3 പേരും 3 വഴിക്ക് പോയി ആ പത്രങ്ങൾ കൊടുക്കണേ. മോനും എൻ്റെ ഭർത്താവും ഞാനും 3 വഴിക്ക് പോയി ചെന്ന് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ അനുഭവങ്ങൾ പറഞ്ഞും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതുപോലെ മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ പത്രം കൊടുക്കണത്. പിന്നെ ആശുപത്രിയിൽ പോവും. എൻ്റെ ഭർത്താവ് ഓരോരുത്തർ അവർക്ക് ആശുപത്രിയിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടല്ലോ, നോക്കാനില്ലാത്ത അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഓരോ കാര്യങ്ങളിൽ ബാത്റൂമിൽ കൊണ്ടുപോകാനും അങ്ങും ഉള്ള സഹായങ്ങൾ എൻ്റെ ഭർത്താവ് അവിടെ നിന്ന് ചെയ്യും. മോനുമായിട്ട് പോവും. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കഴിവാന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇനി കൂടുതലും മാതാവിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹം ഉണ്ട്. ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നപ്പോഴെല്ലാം മാതാവ് ഞങ്ങളെ അതിശയമായി അത്ഭുതമായി മാതാവ് ഞങ്ങളെ കാത്തു. ആ മാതാവിന് കോടാകോടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി വിരമിക്കും. ആത്മീയ ജീവിതം ഞങ്ങൾ വൈകുന്നേരം എല്ലാ ദിവസവും ഇവിടുത്തെ പ്രാർത്ഥന, അച്ഛൻ്റെ പ്രാർത്ഥനകൾ, മിക്ക പ്രാർത്ഥനകളും ഞങ്ങൾ ഫോൺ വഴി കേൾക്കും. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവ് കുളിച്ചും കൊണ്ട് നിൽക്കുകയാണ്. മാതാവ് പറയുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി, വിളക്ക് കത്തിച്ച് നിങ്ങൾ പൂമാലയിട്ട് പ്രാർത്ഥിക്കണമെന്ന്. അതിനുശേഷം ഞങ്ങൾ ഇന്ന് വരെയായിട്ട് മുടങ്ങിയിട്ടില്ല. ഞങ്ങൾ വിളക്ക് കത്തിക്കും. സന്ധ്യയ്ക്ക് 6 മണിയാകുമ്പോൾ ഞങ്ങൾ വിളക്ക് കത്തിച്ച് പൂമാലയിട്ട് അമ്മയുടെ സന്നിധിയിൽ അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ശേഷം വേറെ എന്ത് കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുള്ളൂ. കൂടുതലായി ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കും ജീവിതകാലം മൊത്തം. അമ്മയ്ക്ക് നന്ദി. കണ്ണീരോടെയാണ് അവർ വരുന്നത്. എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. ഈ കുടുംബം മുഴുവനും ഉടമ്പടിയിലാണ്. ഈ മക്കൾ 3 പേരും അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചു ചേർന്നാണ് ഇവർ കൃപാസന പത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. അത് സ്വന്തം അനുഭവം പറഞ്ഞുകൊണ്ടാണ്, സാക്ഷ്യപ്പെടുത്തിയാണ് മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുന്നത്. അതുകൂടാതെ സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിലും സ്വന്തം ശക്തിയും ബലവും ഫിസിക്കലായിട്ടാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആരാരുമില്ലാത്തവരെ സഹായിക്കാനായിട്ടുള്ള ആ സന്മനസ് കാണിക്കുന്നത്. ആ മനസ്സ്, ആ സ്നേഹം, ആരുമില്ലാത്തവർക്ക് വാഷ്റൂമിൽ കൊണ്ടുപോകുവാനും അവരെ പരിചരിക്കുവാനുമുള്ള ആ കൃപ ദൈവം അവർക്ക് നൽകി. അങ്ങനെയാണ് ഈ സഹോദരൻ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗം കാരണം, ആയുർവേദന നെഞ്ചുവേദന കാരണമാണ് ജോലി ചെയ്യാതിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ രോഗം എല്ലാം സുഖപ്പെടുത്തി കൊടുത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ആരാരുമില്ലാത്തവരെ സഹായിക്കുകയാണ്. സ്വന്തം സമയവും
ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ആ സഹായിക്കാനുള്ള ആ സന്മനസ്സ്, അതും ഈശോയും അമ്മയും കൊടുത്ത അനുഗ്രഹമാണ്. ഈശോയോടുള്ള ആ അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ നമ്മൾ കണ്ണീരോടെയാണ് വരുന്നത് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ. നമ്മെ ആശ്വസിപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ കണ്ണീർ കണങ്ങളും വിട്ടുകൊടുക്കാം. നമ്മൾ ഓരോ ബുദ്ധിമുട്ട്, നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് അമ്മ നമ്മൾ നയിക്കുന്നത്. ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും, നമ്മുടെ ജീവിതത്തിൽ സന്ധിയിൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മെ ഉപേക്ഷിക്കാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയിൽ കരയുന്നത് ഒരു ദുർബലമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മെ നേരായ വഴിയിലൂടെ നടത്തുവാനും ഒരിക്കലും ഇടറാതിരിക്കാൻ നമ്മെ അനുഗ്രഹിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. മോഹനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹം, പ്രത്യേകിച്ച് രോഗസൗഖ്യത്തിനും ലഭിച്ച ജോലിക്കും ആ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.